ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുമരഞ്ചിറ അമ്പലത്തിൽ ഉത്സവമുണ്ട്. അപ്പോൾ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ എല്ലാ ശരബടെ റെഡിയായി. നമ്മൾ 7 മണി ആവാറായപ്പോഴത്തേക്ക് 7 മണി 8 മണി ആവാറായപ്പോഴത്തേക്ക് മുമ്പ് തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോയിലായിരുന്നു പോയത്. ഓട്ടോയിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് ഓട്ടോയിൽ പോയി കുറച്ച് നമ്മുടെ വീടിൽ നിന്ന് കുറച്ച് അങ്ങോട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫ്ലെക്സ് കണ്ട ആ ദേവിയുടെ അമ്പലമാണ്. അപ്പം അവിടെ ബ്ലോക്ക് തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് രക്ഷയില്ല. പിന്നെ നമ്മൾ ഇറങ്ങി നടന്നാണ് പോയത്. വയലിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അതായത് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ അമ്പലത്തിൻ്റെ തന്നെ വയലുണ്ട്. അവിടെയാണ് ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ നിർത്തി നമ്മൾ അവിടെയാണ് ഉത്സവം ആഘോഷിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഉത്സവ കാഴ്ചകൾ. കുറേ ഫ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഏറ്റവും കൂടുതൽ ഫ്ലോട്ടാണ് കൂടുതലുണ്ടായിരുന്നത്. ശിവൻ്റെയും ദേവിയുടെയും ഒക്കെ ഫ്ലോട്ടുകളായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. കുതിരയൊക്കെ കുറവായിരുന്നു. ഒരു കുതിര 2 കുതിര അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തേര് 2-3 ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗണപതിയുടെ ഒക്കെ ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് മാറി ഒതുങ്ങിയായിരുന്നു നിന്ന്. തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് അതൊക്കെ കാണാമെന്ന് വിചാരിച്ചിരുന്നു. കുമരഞ്ചിറ അമ്പലം ഒരു ദേവിയുടെ അമ്പലം കേട്ടോ. അതുകൊണ്ട് തന്നെ ദേവിയുടെ 2-3 കുറേ ഫ്ലോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശിവൻ്റെയും ഒക്കെ ആയിരുന്നു ഫ്ലോട്ട് തോന്നി ഉണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്. നല്ല ആൾക്കൂട്ടവും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ച് എന്താ പറയുക, കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ അങ്ങ് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 12 മണി വരെയെങ്കിലും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് പോയൊന്നും സാവകാശപ്പെട്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല ഈ തിരക്ക് കാരണം. നമ്മൾ പിന്നെ കുറച്ചൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളങ്ങ് 12 മണി വരെ അവിടെ നിന്നു കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പക്ഷേ ഒന്നും നടന്നില്ല. അവസാനം പിന്നെ നമ്മൾ അടുത്ത് വന്നത്, അതായത് നമ്മുടെ ജീവിതയുടെ അടുത്തായിരുന്നു. അപ്പോൾ അടുത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുമായിരുന്നു ചെയ്തത്. ഇത് നമ്മൾ അതേ അമ്പലത്തിൽ തന്നെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വന്നപ്പോൾ നമ്മൾ അവിടെ കണ്ട കാഴ്ചകൾ, അതായത് തൊഴാൻ വേണ്ടി വന്നായിരുന്നു അവിടെ. അപ്പോൾ തൊഴാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ ബജ്ജിക്കടയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ബജ്ജിയൊക്കെ വാങ്ങിച്ച് വീട്ടിലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ രാവിലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടുത്തെ. കുറേ വണ്ടികളും കുറേ ദൂരം നിൽക്കുന്ന ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ. അമ്പലത്തിൽ തന്നെ പറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് വേറൊരു അമ്പലമാണ്. ഇത് നമ്മൾ വേറൊരു അമ്പലത്തിൽ വന്നതാണ്. ശാസ്താംകോട്ട അയ്യപ്പൻ്റെ അമ്പലമാണ്. ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. അതാണ് അവിടെ ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ രാവിലെ ഇത് വേറൊരു ദിവസത്തെയാണ് കേട്ടോ. ഇത് നമ്മൾ വേറൊരു ദിവസം ആ അമ്പലത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു അമ്പലമാണ്. അതായത് നല്ല പോസിറ്റീവ്. അതിനകത്ത് അമ്പലത്തിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് പോരാൻ വേണ്ടി തോന്നത്തില്ല. കുറേ നേരം അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. ഇവിടെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വാനരഭോജനശാല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫുഡൊക്കെ കൊണ്ട് കൊടുക്കും. അവിടെ ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വരും, കുരങ്ങന്മാരൊക്കെ വരും. അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ അമ്പലമൊക്കെ ഒന്ന് ഇത് കാണുന്നതോ, ആ നേരെ കാണുന്ന വഴി ഉണ്ടല്ലോ, ആ വഴി നമ്മൾ ശാസ്താംകോട്ട കോളേജിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. പോകാൻ പറ്റും അതിലേക്കൂടെ. അപ്പോൾ ആ വഴി അതാണ്. ഇത് പിന്നെ നമ്മൾ തഴവ അമ്പലത്തിൻ്റെ അടുത്തുകൂടി പോയി ഒരു ആവശ്യം ഉണ്ടായിരുന്നു അച്ഛൻ അവിടെ. അപ്പം പോയപ്പം എന്തോ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തഴവയിൽ പോയ വഴി അമ്പലത്തിൻ്റെ അവിടെ അപ്പുറത്തൊരു കടയുണ്ട്. ആ കടയിൽ എല്ലാം ജൈവ പച്ചക്കറികളൊക്കെ കിട്ടും കേട്ടോ. അവിടെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തു നിന്നൊക്കെ കൃഷിയൊക്കെ ചെയ്ത് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ ഭയങ്കര കുറച്ച് നമ്മൾ കാണുമ്പോഴും മനസ്സിലാകും കുറച്ച് സാധനങ്ങളില്ലെങ്കിൽ പോലും നല്ല സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, മസാല ദോശ വാങ്ങിച്ചു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല അച്ഛൻ പെട്ടെന്ന് എങ്കിൽ നമുക്ക് മസാല ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയതാണ്. ഞാൻ വിചാരിച്ച പോലും അല്ല. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, പാഴ്സൽ വാങ്ങി. പിന്നെ പച്ചക്കറി അവിടെ നിന്ന് 2-3 ജൈവ പച്ചക്കറിയില്ലേ, അപ്പം കുറച്ച് വാങ്ങിച്ചു. അതൊക്കെ കണ്ട് നമ്മൾ തഴവായിൽ വീട്ടിലേക്ക് തിരിച്ച് വരികയായിരുന്നു. നല്ല രസമാണ് കേട്ടോ. ഈ തഴവായിലൊക്കെ നൈറ്റിൽ പോകാനായാലും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.